ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി സ്വന്തമാക്കിയ താരമാണ് അമീർ അണവാട്. റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. 5 വർഷത്തെ ഒരു വലിയ കരാറായിരുന്നു ഈ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരുന്നത്. പക്ഷേ ഡേവിഡ് കാറ്റല ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല. ശരിയാണ്, സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ കുറച്ച് മിനിറ്റ് അദ്ദേഹം കളിച്ചു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒഫീഷ്യൽ അരങ്ങേറ്റം നടത്തി. പിന്നീട് നടന്ന 2 മത്സരങ്ങളുടെയും ഭാഗമാവാൻ അമീർ അണവാടയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ 2 മത്സരങ്ങളിലും സ്ക്വാഡിൽ പോലും അദ്ദേഹം ഇല്ലായിരുന്നു. സ്ക്വാഡിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. പിന്നെ എന്തിനാണ് ഈ താരത്തെ കൊണ്ടുവന്നത് എന്ന ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇനി അമീർ അണവാടയ്ക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കുന്ന ആരാധകരും നിരവധിയാണ്. പരിക്കിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. പക്ഷേ അക്കാര്യത്തിൽ നമുക്ക് കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും അവസാനത്തെ 2 മത്സരങ്ങളുടെയും ഭാഗമാവാൻ അമീർ അണവാടയ്ക്ക് കഴിഞ്ഞിട്ടില്ല. റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന സന്ദീപിന്റെ ഒരു പിഴവുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്താവാൻ കാരണമായിട്ടുള്ളത്. ആ പൊസിഷനിൽ അമീർ അണവാട് ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും. ഏതായാലും അമീർ അണവാടയ്ക്ക് എന്തു പറ്റി, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്താത്തത് എന്ന ചോദ്യം അതിപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.